കാര്യമുള്ളൂ. ഈ കയാക്കിംഗ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ആള് ക്ലോസ് ആകും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇങ്ങനത്തെ പടിയാണെങ്കിൽ ഒന്ന് അടുത്തോട്ട് ഇവർ 2 കുഞ്ഞു പടിയല്ലേ, അപ്പൊ നമ്മൾ അടുത്തോട്ട്. ഒന്നാമത്തെ കാര്യം 2 പേരും കൂടെയാണ് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആര് ഷൂട്ട് ചെയ്യും? മരിച്ചു പോയാലോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ. നമ്മളങ്ങനെ കായൽ തീരം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിലേക്കാണ് ഇപ്പൊ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മാക്സിമം ഒരു 3-4 മണി കഴിഞ്ഞ് വരാൻ നോക്കുക. നല്ല വെയിലുണ്ട്. ഇനി ഇവിടുത്തെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 30 രൂപയാണ് അകത്തേക്ക് കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ ഫ്രീ ആണ്. അതേസമയം 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 10 രൂപയും കൂടിയാണ്. എന്തായാലും സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 രൂപയും വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു 150 രൂപയും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഈ ടൈമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം ഈ സ്ഥലം വന്നൊന്ന് എൻജോയ് ചെയ്ത് കണ്ടുപോകണം. എൻ്റെ പൊന്നു മോനെ, വേറെ ലെവല് സ്ഥലമാണ്. എന്തായാലും കണ്ണൂർ DTPCയുടെ കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ഒരു വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോട്ടിംഗ് പാർക്ക് വരുന്നത് വയലപ്ര ചെമ്പല്ലിക്കുണ്ട് നദിയുടെ വയലപ്ര കായലിന്റെ മുകളിലായിട്ടാണ്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൊൽക്കത്തയിൽ പോയപ്പോ പറഞ്ഞായിരുന്നു, അത് ഏകദേശം തായ്ലാന്റിലൊക്കെ പോലെയുള്ള ആ ഒരു കൺസെപ്റ്റ് നോക്കിയിട്ടാണ് ചെയ്തത്. ഇത് ഏകദേശം അതേ ടൈപ്പാണ്. ഇപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഇത് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക് അല്ലേ, ഫ്ലോട്ടിംഗ് പാർക്ക്. പക്ഷെ അതിൽ തന്നെ ചെറിയ ചെറിയ ജ്യൂസ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് കടകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്, ബാക്കിൽ ബോട്ടിങ് ചെയ്യാം, പിന്നെ കയാക്കിങ് അല്ലേ ഏട്ടാ. ഇതിവിടെ കണ്ടൽ കാടുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചുറ്റും അതാണ്, ചുറ്റുമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ബോട്ടിങ്ങും കയാക്കിങ് കാര്യമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്ര ചെറിയ സംഭവമാണോ, ചെറിയ കാര്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില ആളുകൾ തന്നെ ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ, അവരൊക്കെ ഇവിടെ വന്ന് ഓടുന്നു ചാടുന്നു. അവിടെ കാര്യം ഞങ്ങള് പത്തനംതിട്ടയിലുള്ള അവിടെ ഒത്തിരി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ വരുമ്പോൾ ഏകദേശം ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായി കാണുന്നതുകൊണ്ട് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളുണ്ട്. അത് പലർക്കും അങ്ങനെ തന്നെ തോന്നിയേക്കാം. പക്ഷെ ഇവിടെ ഇന്ന് തിരക്ക് പീക്ക് ടൈം ഒന്നും അല്ലല്ലേ ഏട്ടാ? എനിക്കൊന്നും ഈവനിങ് കുറച്ചുകൂടെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാടായിക്കാവിലൊക്കെ പോകാനുണ്ട്. അതിന്റെ വിശേഷമായിരിക്കും അടുത്ത വീഡിയോയിൽ, മിക്കവാറും ചെറിയ വീഡിയോയിലായിരിക്കും. ഇപ്പൊ ഇത് നമ്മൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ചെറിയ പച്ചമോരും കാര്യം കുടിച്ച്, ഞാൻ കുടിച്ചില്ല. എന്നാൽ ഫുഡ് കഴിച്ച് വന്നപ്പോൾ ഞാൻ അങ്ങനെ കുടിക്കേണ്ടതാണ്. എനിക്ക് നല്ല ക്ഷീണമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ. എന്തായാലും കൊള്ളാൻ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മള്. അതിന്റെ ഒരു ചെറിയൊരു അതൃപ്തിയാണോ സന്തോഷമില്ലായ്മയാണോ അങ്ങനെയൊക്കെ തോന്നാം. കാര്യം ഞാൻ സദ്യ കഴിക്കാനാണ് വന്നത്. ശരിക്കും നല്ലൊരു സീ ഫുഡ് സദ്യയാണ് ഓർഡറും ചെയ്തത്. പക്ഷെ കിട്ടിയത് ചട്ടിച്ചോറാണ്. സെയിം റേറ്റ് ആണ്. പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുറത്തെവിടെയും പോയി നമുക്ക് കഴിക്കാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആ ഒരു നിരാശയാണ്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ആംബിയൻസ് ആണ്. ആംബിയൻസ് അടിപൊളിയായിരുന്നു. ഞാനിവിടെ ഇവിടുത്തെ പാർക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫുഡിന്റെ കാര്യം പറയുന്നത് 24 മണിക്കൂർ ഫുഡ്. ആദ്യമായിട്ടാണ് നമ്മൾ കറക്റ്റ് സമയത്ത് വരുന്നത്. കാരണം 30 രൂപയ്ക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് ഈ ഒരു കായലൊക്കെ ചുറ്റിക്കാണാനുള്ള ഒരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട്. അപ്പൊ തന്നെ നമ്മളൊരു 60 രൂപ എടുത്ത് 2 പേർക്കുള്ള ടിക്കറ്റ് വാങ്ങി നേരെ ഈ ഒരു ബോട്ടിലേക്ക് കയറി. ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഈ ഒരു ബോട്ടിൽ നിന്നാകാമെന്ന് വിചാരിച്ചു. ചുറ്റും കണ്ടൽ കാടുകളാണ്, അതിന്റെ നടുക്കാണ് നമ്മൾ ഈ ഒരു ബോട്ട് കൊണ്ട് വയലപ്ര കായലിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്.
ഇത് എത്ര മണി തൊട്ട് ചേച്ചി? രാവിലെ 8 മണി തൊട്ട് 11 മണി തൊട്ട് 8 മണി വരെ. ഒരാൾക്ക് 60 രൂപ അല്ലേ? ചേട്ടാ ചെയ്യുന്നോ കയാക്കിങ്? ഒന്നാമത്തെ കാര്യം 2 പേരും കൂടെയാണ് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആര് ഷൂട്ട് ചെയ്യും? മരിച്ചു പോയാലോ? അതല്ല, ഷൂട്ട് ചെയ്യാൻ ഒരാൾ കൂടെ വേണ്ടേ? അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പോകാത്തത്. അതെ, ധൈര്യമുള്ള എനിക്ക് ധൈര്യമില്ല. അതിലെനിക്കൊരു നാണക്കേടുമില്ല പറയാൻ. ഇതാണ് പ്രൈസ് ലിസ്റ്റ്, ടൈം, കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. 600 രൂപ. അത്തേമാരി എന്ത് അത് കണ്ടല്ലേ? അതിപ്പോ നമ്മള് പോയത് ഒരു ക്ലബായി പോകുമ്പോ അങ്ങനെയല്ലേ? ഗ്രൂപ്പ് വോട്ടിംഗ് ഒരാൾക്ക് 60 രൂപ. ഇല്ല, ഗ്രൂപ്പ് വോട്ടിംഗ് ഇപ്പോഴാ കണ്ടോ? അതെ, അതാണ് നമ്മളിപ്പോ പോയത്. അതിപ്പോ 600 രൂപ ഏഴാക്ക് പോകാം. നമ്മളിപ്പോ പോയി. പെഡൽ വോട്ടിംഗ് അത് 60 രൂപ. എല്ലാം 60 രൂപ. ഡ്യൂറേഷൻ 15 മിനിറ്റ്. പെഡൽ വോട്ട് 15, ബാക്കിയെല്ലാം 20. പക്ഷെ സിമ്പിൾ കാര്യമുള്ളൂ. ഈ കയാക്കിങ് ചെയ്യുമ്പോ 5 മിനിറ്റ് ആള് ക്ലോസ് ആവും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇങ്ങനത്തെ പടിയാണെങ്കിൽ ഒന്ന് അടുത്തോട്ട് ഇവര് 2 കുഞ്ഞു പടിയല്ലേ, അപ്പൊ നമ്മൾ അടുത്തോട്ട്. ബോട്ട് യാത്ര എനിക്ക് ഇഷ്ടമായി. കുറെ ദൂരം പോയി. 60 രൂപയ്ക്ക് കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു, അടിപൊളിയായിരുന്നു ബോട്ട് യാത്ര. അപ്പൊ നിങ്ങൾ വരുമ്പോ ബോട്ട് യാത്ര മിസ് ചെയ്യരുത്. ഒറ്റ പ്രശ്നം, ആള് ഫില്ലായാലേ അവര് പോകത്തുള്ളൂ. ഞങ്ങൾ വന്ന ടൈം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മുന്നേ ഇരുന്നവര് ഏകദേശം 20 മിനിറ്റോളം ഇരുന്നല്ലേ, അവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഫില്ലാവുന്നതനുസരിച്ച് അത് പോകുന്നത്. ഞങ്ങൾ കറക്റ്റ് ചെല്ലുന്നു, കയറുന്നു, ബോട്ട് എടുക്കുന്നു, കറങ്ങുന്നു, തിരിച്ചു വരുന്നു. ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ വൈബാ. ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. എന്തോ വൈബാ, പുള്ളി അടിപൊളിയായിരുന്നു. ഇവിടെ വരുമ്പോ അപ്പൊ എന്തായാലും ബോട്ടിങ് പോവാ, കയാക്കിങ് താല്പര്യമുള്ളവർ പോവാ, ജീവനെ കൊതിയുള്ളവർ പോവാതിരിക്കുക. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മളങ്ങനെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫോട്ടോ സെക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുന്ന ഒരു വെള്ളച്ചാട്ടം അവർ ചെറിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനും എടുത്തു 2-3 ഫോട്ടോ. സംഭവം അടിപൊളി പിക്കും കാര്യമൊക്കെയാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അടുത്ത ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയെ പറയാം. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് 60 രൂപ കൊടുത്ത് കയറിയില്ല. ആ വഴി വന്നിട്ട് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ നമ്മൾ ഇതിന്റെ ഒരു അറ്റം അവസാനിക്കുന്നത് അവിടെ പാർക്കിലാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കാണ്. മുതിർന്നവർക്കും കയറാൻ പറ്റും. പക്ഷേ കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുന്നതും ഇഷ്ടപ്പെടുന്നതും. കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് വേണ്ടിയുള്ള അവരെ ഹാപ്പി ആക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് ഓരോന്ന് എണ്ണി പറയണമെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ വീഡിയോ അതിനുവേണ്ടി തന്നെ എടുക്കേണ്ടി വരും. ഇവിടെ എല്ലാ കുട്ടികളും അവർക്ക് പറ്റിയ റൈഡ്സും കാര്യം ഗെയിമും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ എറണാകുളം പിന്നെ ട്രിവാൻഡ്രം ലുലുമാളിൽ പോയ ഫണ്ടൂര് കാര്യങ്ങളുണ്ടല്ലോ, അതേ ഒരു പ്രൊസീജിയറും കാര്യമാണ് ഇവിടെ. മാക്സിമം എല്ലാവരും ഇപ്പോൾ അതിൻ്റെ ബിസിയും കാര്യമാണ്. നമ്മളെ സൈഡിൽ കൂടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ സന്തോഷം ഇതിനെ വെറുതെ കളയുന്നത്. എന്തായാലും എനിക്കൊരു യാത്ര കൊണ്ട് ഒരുപാട് ഹാപ്പിയായി. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ കണ്ണൂർ സീരീസ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയും കുറെ വീഡിയോസ് ഉണ്ട്. ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്.